നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ നടക്കുന്നില്ലേ? കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? ദിവ്യ, ഇന്നലെ ആക്രമണം നടന്ന പ്രിയദർശിനിയുടെ വിവിധ ഭാഗങ്ങളിൽ വനംവകുപ്പിന്റെയും ആറാട്ടി അംഗങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ പരിശോധന നടന്നു വരികയാണ്. അതിന് അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ ആ ഒരു സംഘം വയനാട്ടിൽ എത്തിയിട്ടില്ല. അതുപോലെ തെർമൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു സംവിധാനങ്ങളൊന്നും തന്നെ തുടങ്ങിയില്ല. ആറാട്ടിയുടെയും വനംവകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം, 50 അംഗ ടീം അടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്, കൂട് വെച്ചിട്ടുണ്ട്. വീണ്ടും ഈ കൂടിന്റെ ഭാഗത്തൊക്കെ കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ CCF പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഈ ഒരു പ്രദേശത്ത് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധന ഇപ്പോഴും നടന്നു വരികയാണ്. കടുവയെ കണ്ടെത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. അപ്പോൾ കടുവ ഇനി ഏതെങ്കിലും ഉൾവനത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതടക്കമുള്ള ഒരു പരിശോധനകളാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കൂടുകൾ ഒരുപക്ഷെ എത്തിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നമ്മൾ വനംവകുപ്പ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. പുതിയ കൂടുകളൊക്കെ എത്തിക്കാനുള്ള ഒരു സംവിധാനം വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് 36ഓളം ക്യാമറകൾ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ. അവരുടെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ ഒരു കുത്തിയിരിപ്പ് സമരമാണ് ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു തീരുമാനമാകാതെ ഒരു നിലക്കും ഉദ്യോഗസ്ഥരെ പുറത്തുവിടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. ഒരുപക്ഷെ ഇനിയും ഒരു ആക്രമണം കൂടി, കടുവയുടെ ആക്രമണം കൂടി ഉണ്ടായാൽ ഒരു പക്ഷേ ഇത് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് പോകും. അതുതന്നെയാണ് നേരത്തെ ഒരു സരസ്വതി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീട്ടിൽ നിന്നും പട്ടിയെ കടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിന് ശേഷം സ്ഥിരമായി കടുവയുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ ആക്രമണങ്ങൾ ഇല്ലാതിരിക്കാൻ കൂടുതൽ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. കടുവയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കേണ്ടതുണ്ട്. അതുപോലെ തെർമൽ ഡ്രോണൊക്കെ അതിവേഗം എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇനി ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ കടുവയെ കൊല്ലുന്നതിനുള്ള ഒരു ഉറപ്പ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ഉറപ്പിൽ, ആ ഒരു ഉത്തരവിലുള്ള അവ്യക്തതയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന് ഏറ്റവും കാരണമായി നാട്ടുകാർ തന്നെ പറയുന്നത്. ക്ലോസുകളുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുവയെ ആദ്യത്തെ പ്രയോറിറ്റി കടുവയെ കൂടുവെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമായിരിക്കും, അതിനും സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് കടുവയെ മയക്കുവെടി വെക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുക. അതിനും സാധ്യമാകാതെ വീണ്ടും കടുവ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൂടുതൽ അക്രമാസക്തമായി കൊണ്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് കടുവയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ അവസാന ഘട്ടമായി വനംവകുപ്പ് അതിലേക്ക് കടക്കുക. അപ്പോൾ അത് എന്തായാലും മതിയാകില്ല. കടുവയെ കണ്ടാൽ ഉടൻ വെടിവെച്ച് കൊല്ലണമെന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ഒരു നിലപാട്. കടുവ ഇനി അഥവാ കൂട്ടിൽ കുടുങ്ങുകയാണെങ്കിലും കടുവയെ കൊല്ലാതെ, നരഭോജി കടുവയെ കൊല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യവും നാട്ടുകാർ തന്നെ ഈ ഒരു ഉറച്ചു തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഈ ഒരു ഉറപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇവിടെ നടക്കുന്നത്. കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി കൊണ്ടും അവർ പറയുന്നത്. അതുവരെ ഈ ഒരു പ്രതിഷേധം ഇവിടെ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതെ ഈ ഒരു പ്രതിഷേധം അവസാനിക്കാൻ ഒരു സാധ്യതയുമില്ല. നിരവധി തവണ ഇന്ന് രാവിലെ ഇപ്പോൾ ഈ രാധയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഈ ഒരു പ്രദേശത്തേക്ക് ആളുകൾ വന്നു. നൂറുകണക്കിന് ആളുകളാണ് ഈ രാധയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ ഉടൻ, അധികം വൈകാതെ സംസ്കാര ചടങ്ങിന് ശേഷം നാട്ടുകാർ നേരെ വന്നത് ഈ ഒരു ഗസ്റ്റ് ഹൗസിലേക്കാണ്. ഇവിടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും DFO അടക്കം എല്ലാ ഉദ്യോഗസ്ഥരും ഉള്ളത് ഈ ഒരു പ്രദേശത്താണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരോട് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാർ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനടക്കമുള്ള നടപടികളിൽ അവ്യക്തതയുള്ളതുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. നിരവധി തവണ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടായി. ഇപ്പോഴും പ്രതിഷേധക്കാർ, നാട്ടുകാർ അവിടെ നിന്ന് മാറാതെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവരെ അനുനയിപ്പിക്കാനുള്ള, പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലേ? ദിവ്യ, നേരത്തെ വനംവകുപ്പ് DFOയുമായി നാട്ടുകാർ സംസാരിച്ചു. പക്ഷേ DFOയുടെ മറുപടിയിൽ നാട്ടുകാർ തൃപ്തരല്ലാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു കുത്തിയിരിപ്പ് സമരം ഇവിടെ നടക്കുന്നത്. നേരത്തെ MLA മന്ത്രിയുമായ OR കേളു ഒക്കെ രാധയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവരൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ പ്രതിഷേധം കൂടുതൽ കനക്കുന്നതോടെ അനുനയ ശ്രമത്തിനായി കൂടുതൽ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുനയ നീക്കങ്ങളും ഈ ഒരു പ്രദേശത്ത് നടക്കുന്നില്ല. നാട്ടുകാർ
ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും നാട്ടുകാർ ഈ ഒരു അവസരത്തിൽ തയ്യാറാകുന്നില്ല. അവർക്ക് വേണ്ട ഉറപ്പ് കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് തന്നെ. അതിന് ഉപാധികൾ ഉണ്ടാകാൻ പാടില്ല, മറ്റുള്ള മാനദണ്ഡങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. കടുവയെ വെടിവെച്ച് കൊല്ലും എന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു ഉറപ്പ് തന്നെയാണ് ഇവർക്ക് ആവശ്യമായുള്ളത്. ആ ഒരു ഉറപ്പ് കിട്ടാതെ ഈ ഒരു പ്രതിഷേധം എന്തായാലും അവസാനിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നാട്ടുകാരുള്ള. മറ്റൊരു സംശയം കൂടി നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് ദിവ്യ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചു മുമ്പ് ഈ ഒരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നിരവധി കടുവയുടെ അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങളുടെയൊക്കെ നിരവധി വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂട് വെക്കാറുണ്ട്, പലയിടങ്ങളിലായി കൂട് വെക്കാറുണ്ട്, പലയിടങ്ങളിൽ കുടുങ്ങിയിട്ടുമുണ്ട്. പക്ഷേ കുടുങ്ങാത്ത പല മേഖലകളും അല്ലെങ്കിൽ അത് കുടുങ്ങാത്ത ഇടങ്ങൾ കൂടുതലായും ഈ ഒരു ഭാഗത്ത്, ഈ ഒരു പ്രദേശത്ത് മാനന്തവാടിയുടെ വിവിധ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായി കൂട് വെച്ച ഒരു സാഹചര്യത്തിൽ കടുവ കുടുങ്ങാതെ വനം വകുപ്പ് ഈ ദൗത്യം ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ആക്രമണം ഉണ്ടാകുന്ന ആ ഒരു കുറച്ച് സമയത്താണ് പ്രതിഷേധം ഉണ്ടാവുക. പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉദ്യോഗസ്ഥർ വരും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ വന്ന് ഉറപ്പ് നൽകി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ ഒരു സമയത്തെ ബഹളങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തെ മറികടക്കാൻ വേണ്ടി താൽക്കാലികമായി കൂട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ കൂട് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാട്ടുകാരുടെ പലയിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, നാട്ടുകാരുടെ പ്രതിഷേധമൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ മന്ദഗതിയിൽ ഈ ഒരു മറ്റേ ഈ വന്യജീവികളെ പിടികൂടുന്നതിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ദഗതിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. പ്രതിഷേധം കനക്കുമ്പോൾ മാത്രം നടപടിയെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ ഈ ഒരു സംവിധാനം മാറുന്നു എന്നുള്ളത് ഏറെ ഗൗരവമായി നമ്മൾ തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. ഈ കടുവയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു വലിയ പരാതിയൊക്കെ ഈ DFOക്ക് അടക്കം നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പരാതികളൊന്നും പരിഗണിക്കാതെ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വീടുകളിൽ നിൽക്കുന്ന വളർത്തുമൃഗങ്ങളെയൊക്കെ ആക്രമിക്കുന്ന സമയത്ത് വന്ന് നടപടിയെടുക്കുന്നതിൽ കാര്യമില്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്ന് തന്നെയാണ്